ധന്യ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ വലിയ അവമതിപ്പുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പുതിയ സാഹചര്യത്തിൽ, അതായത് അയാൾക്കെതിരെ കേസ് വന്നിട്ടില്ല, പരാതി വന്നിട്ടില്ല. അപ്പോൾ ജനപിന്തുണയിൽ ചെറിയ ഒരു മാറ്റം അല്ലെങ്കിൽ അണികളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരടക്കമുള്ളവർ അടൂരിലെ വീട്ടിലെത്തി രാഹുലിന് പിന്തുണ അറിയിച്ചു എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് സംഭവം? ശരിയാണ്, പാർട്ടിക്കകത്ത് വലിയ മുറുമുറുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടെങ്കിലും പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന മുറുമുറുപ്പ് എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ കേരള ജനത ചർച്ചയാക്കി UDF-നെ തോൽപ്പിക്കുമോ എന്നുള്ളൊരു ഭയമാണ് UDF-ന്. അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തണം എന്നാണ് പലരും പറയുന്നത്. പക്ഷേ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പലരും പറയുന്നത് രാഹുലിനെതിരെ കേസില്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? കേസുള്ള പലരും ഇപ്പോഴും മന്ത്രിമാരായും MLA-മാരായും പല പാർട്ടികളിലും വിലസുമ്പോൾ നിങ്ങൾ മാത്രം എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ UDF ചോദിക്കുന്നത് അവരെ പോലെ നമ്മളുമായാൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, പിന്നെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ ഒരു സ്ത്രീയോട് റെയിൻകോട്ട് വേണോ, മഴയാണെങ്കിൽ നീ വരാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൂന്നാറിൽ കുളിരുണ്ടോ എന്ന് ഇത്രയും കാലമായിട്ടും തോമസ് ഐസക്കിന് അറിഞ്ഞുകൂടാ മൂന്നാർ എന്ന് പറയുന്ന ഒരു തണുത്ത സ്ഥലമാണെന്ന്. അദ്ദേഹം സ്വപ്ന സുരേഷിനെ വിളിച്ച് ചോദിക്കുകയാണ് മൂന്നാർ നല്ല കുളിരാണ്, വരുന്നുണ്ടോ എന്നുള്ളത്. അത് സ്വപ്ന സുരേഷ് തുറന്നു പറയുകയാണ്, അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ. എന്നിട്ട് അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്തില്ല. മാത്രമല്ല, പിന്നെ മുകേഷിനെതിരെ അത് കള്ളക്കേസാണെന്ന് പിന്നീട് പുറത്തുനിന്ന് ആ സ്ത്രീയെ ചെന്നൈ പിന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഇതുപോലെ എനിക്ക് നിന്നെ വിശ്വസിക്കാമല്ലോ, നീ പിന്നെ ലോകത്താരോടും ഇത് പറയില്ലല്ലോ, നാളെയും നീ മഴയാണെങ്കിൽ വരാതിരിക്കുമോ, നിന്നെ ഞാൻ കാത്ത് എത്ര നേരമാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്തോ വലിയ ചർച്ച ആ സ്ത്രീയുമായി നടത്താൻ വലിയൊരു കരാർ ഒപ്പിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തോന്നുന്നത്. ഒരു ആഗോള ചർച്ചയ്ക്ക് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീ വരാത്തത് കൊണ്ട്, മഴയായിരുന്നിട്ട് പോലും ആ സ്ത്രീ വന്നില്ല എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ എന്തോ ആഗോള തരത്തിലുള്ള ചർച്ചകൾ അവിടെ രണ്ടുപേരും കൂടെ നടത്താനിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടതിന്റെ ഒരു ദുഃഖമാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ആ ഓഡിയോയിലൂടെ കാണിച്ചത്. നാളെയെങ്കിലും നീ വരണം ആ ചർച്ച പൂർത്തിയാക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് റെയിൻകോട്ട് വാങ്ങിച്ചു തരാം, മഴയാണെങ്കിൽ നീ വരാതിരിക്കരുത്. ഇത് ലോകത്ത് ആരും അറിയാതെ നമ്മൾ രണ്ടുപേരും മാത്രം നടപ്പാക്കാനിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി മറ്റാരും അറിയരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ എത്ര ആളുകളാണ് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനെ കുറിച്ച് പോലും ആദ്യ ഭാര്യയുടെ ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല 100%. അപ്പൊ ആർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കൈ ചൂണ്ടാൻ അർഹതയുമില്ല. അങ്ങനെ ഒരു ചൂണ്ടലുണ്ട് എങ്കിൽ അവരുടെ സ്വന്തം മുഖത്തേക്ക് തന്നെ ചൂണ്ടുന്നതാണ് ശരി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് കേസുകൾ AICCക്ക് അടക്കം കിട്ടിയിട്ടുണ്ട്. അതിൽ മുതിർന്ന പിന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥയുടെ പേരും പറയുന്നുണ്ട്. അവർ IAS ഉദ്യോഗസ്ഥ ആയിട്ടില്ല, RDO എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, ഇരയുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. RDO ആയാലും IAS ഉദ്യോഗസ്ഥ ആയാലും എന്തായാലും അത് ചെയ്തതൊക്കെ വളരെ മോശം പരിപാടി തന്നെയാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പരാതിയില്ല എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല, VD സതീശൻ അടക്കം ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ കൂടെ നിന്നിട്ട് രാഹുലിനെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. ഷാഫിയും കുറ്റം പറയാൻ പറ്റില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച് ഷാഫിക്ക് മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ടാകും, സ്വാഭാവികമാണ്. കൂടെ നിന്നവരെ കാലുവാരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, കോൺഗ്രസിൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ കൂടെ നിന്നവരെ കാലുവാരിയാലേ തനിക്ക് അതിന്റെ മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കർണാറിന്റെ കാലുവാരിയിട്ടാണ് ആന്റണി മുകളിലേക്ക് കയറിപ്പോയതെന്നുള്ള പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ കൂടെയുള്ളവരെ കാലുവാരി കയറിപ്പോകാനാണ് ഷാഫിയുടെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും ഷാഫിയുടെ സ്ഥാനം ഉറപ്പിച്ചേ പറ്റൂ. സതീശനെ സംബന്ധിച്ച് അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള കുപ്പായം വർഷങ്ങൾക്ക് മുൻപേ തച്ചു വെച്ചിട്ടിരിക്കുകയാണ് സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസ് സംബന്ധിച്ച് ഏതെങ്കിലും ഇടപെടലുകൾ, രാഹുലിന് അനുകൂലമായ ഒരു ഇടപെടൽ സതീശൻ നടത്തിയാൽ തീർച്ചയായിട്ടും സതീശന്റെ ജനപിന്തുണ കുറയുമെന്നുള്ള ഭയം സതീശനുണ്ട്. അതുകൊണ്ടാണ് സതീശൻ ഇതിൽ നിന്ന് ഒഴിയുന്നത്. പക്ഷേ പാലക്കാട് കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളിലെ കോൺഗ്രസിനൊരു പാഠമാണിത്. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അയാളെ ഒറ്റയ്ക്കാക്കിയാൽ, അയാളെ തനിച്ചാക്കിയാൽ നാളെ ഇതേ അവസ്ഥ നമുക്കും വരുമ്പോൾ നമ്മൾ തനിച്ചാകും. പാർട്ടി ഒറ്റക്കെട്ടായി വേണം നിൽക്കാൻ. CPM-ൽ ഇതുപോലെ പെൺവിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ CPM-ന്റെ തന്നെ പറവൂരുള്ള ഒരു CPM വനിതാ നേതാവിന്റെ വീട്ടിൽ എറണാകുളത്തുള്ള ഒരു CPM നേതാവ്
പിന്നെ കയറി ചെല്ലുകയും ഒരു ഞായറാഴ്ച അവരുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ഈ CPM വനിതാ നേതാവ്, പറവൂരിലുള്ള CPM-ന്റെ വനിതാ നേതാവും എറണാകുളത്തുള്ള CPM-ന്റെ നേതാവും, പുരുഷൻ നേതാവ് കൂടി ആ വീടിനുള്ളിൽ കയറുകയും ഭർത്താവ് വന്ന് വീട് തുറക്കാൻ നോക്കിയപ്പോൾ വീട് തുറക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭാര്യയ്ക്ക് എന്തോ വീടിനകത്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം കരുതി. ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വീടിനകത്ത്. അദ്ദേഹം പിന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി പിന്നെ കതക് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഭാര്യയെയും എറണാകുളത്തെ CPM MLA-യും CPM-ന്റെ നേതാവിനെയും കാണുന്നു. അവർ പിന്നെ മറ്റൊരു തരത്തിലാണ് അദ്ദേഹം അത് കാണുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ഭാര്യ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവ് ഭാര്യ അടിക്കാൻ ശ്രമിക്കുമ്പോൾ CPM നേതാവ് വന്ന് തടുക്കുന്നു. എന്നിട്ട് പ്രശ്നങ്ങൾ വഷളാവുന്നതിനിടയ്ക്ക് CPM നേതാവ് മുങ്ങുന്നു. ഇതാണ് കണ്ട കാഴ്ച. ഇത് ഇന്ന് മെട്രോ വാർത്തയാണ് അത് പുറത്തുവിട്ടത്. അതിലെ സത്യം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും. പക്ഷെ അപ്പോഴും അവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ആരാണ് ഈ നേതാവ് എന്ന് സൈബർ സഖാക്കൾ ആരും ഈ പേരോ പിന്നെ ഒന്നും പുറത്ത് അറിയിക്കുന്നില്ല, പറയുന്നില്ല. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമായിരിക്കും. ഒരുപക്ഷെ അതിലൊരു വനിതാ നേതാവ് കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പുറത്തു വരാത്തത്. എന്തായാലും രണ്ടിടത്തും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അവർ കുറച്ചുകൂടി ആളുകളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. പെണ്ണ് കേസ് ഉണ്ടെങ്കിലും പിന്നെ ഈ കള്ളവെടി വെക്കാൻ പോകുന്നുണ്ടെങ്കിലും ഒക്കെ അവർ ഈ പോകുന്നവരെയൊക്കെ അവർ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് CPM-ൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ അതില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോ ഇപ്പോ കോൺഗ്രസിന്റെ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീശൻ അടക്കം മണ്ഡലം പ്രസിഡന്റുമാരായ ചിലർ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തെ സന്ദർശിച്ച് പൂർണ്ണ പിന്തുണ നൽകി എന്നാണ് പറയുന്നത്. നിങ്ങൾ പാലക്കാടേക്ക് വരണം, പാലക്കാട് ജനങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾ എപ്പോഴും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയാലും പാലക്കാട് കോൺഗ്രസിന്റെ നായകൻ അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾക്കപ്പുറം മറ്റൊരാളെയും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പാലക്കാട് കോൺഗ്രസ് ഇനിയും വളരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ അവിടെ വരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷ പോലെയാണ് ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള ചില നേതാക്കൾ നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് പീഡന കേസുണ്ടെങ്കിലും പെണ്ണ് കേസുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ അയാൾക്ക് ഒരുപാട് ജനപിന്തുണയുണ്ട് എന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ റവന്യൂ മന്ത്രിക്ക് പാലക്കാട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്, അത്യാവശ്യമായി ചെയ്യേണ്ട ചില പദ്ധതികളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കത്ത് മുഖേന നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും പാലക്കാട് സജീവമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അടിപറ്റുന്നത് പാലക്കാട് സീറ്റ് മോഹിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് കോൺഗ്രസിൽ തന്നെ. ഇവൻ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് ഒരു സീറ്റ് കിട്ടും എന്നുള്ള മുഖത്തിലാണ്. നേരത്തെ ഷൊർണൂറൊക്കെ ചോദിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് വാര്യർ വന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ കുറച്ചുകൂടി പാലക്കാട് ആളുകൾക്ക് കുറച്ചുകൂടി കോൺഗ്രസിന്റെ ആര് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പെണ്ണ് കേസിൽ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ കഴിയാതെ ലോക്കായി പോയപ്പോ ഇനി ആര്, ഷാഫി ആകുമോ, സന്ദീപ് വാര്യർ ആകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാകുമോ എന്ന് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് ഇനി വലിയ ചർച്ചകളിൽ നിറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്തും പാലക്കാടിലെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളത് മറ്റു കോൺഗ്രസ് നേതാക്കൾ വലിയ ഞെട്ടലോടെയാണ് കാണുന്നത്.